മർക്കോസ് 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കുകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പോയിൻ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കൃപായുഗം ആരംഭിച്ചത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് പൗലോസിലൂടെ ഈ കൃപയുടെ സുവിശേഷം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയതിലൂടെയാണ് ജാതികളായിരിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാനുള്ളതായിരിക്കുന്ന പുതുവഴി തുറക്കപ്പെട്ടത്. അതിലൂടെയാണ് ദൈവം അനാദികാലം മുതൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന ആ സഭ എന്നുള്ളതായിരിക്കുന്ന പദ്ധതി പൗലോസിലൂടെയാണ് വെളിപ്പെടുത്തിയത് എന്ന് ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൃപായുഗം ആരംഭിച്ചത് പൗലോസിലൂടെയാണ് എന്ന് പറയുന്ന ഞങ്ങൾ. ഒരു ചോദ്യം എന്താണെന്നറിയാമോ? എങ്ങനെ നിങ്ങളങ്ങനെ പറയും? 12 അപ്പോസ്തലന്മാരെ അല്ലേ ജാതികളുടെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞയച്ചത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ട് 12 അപ്പോസ്തലന്മാരിലൂടെയല്ലേ ജാതികളായിരിക്കുന്നവർക്ക് രക്ഷ വന്നേ? പൗലോസിലൂടെയാണ് ഈ കൃപായുഗം, ജാതികളുടെ രക്ഷ എന്ന കൃപായുഗം തുറന്നത് എങ്ങനെ എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? പൗലോസിലൂടെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പത്രോസിനോട് അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞ അതല്ലേ? അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നതായിരിക്കുന്ന വാക്യമാണ് ഈ പറയുന്നതായിരിക്കുന്ന മർക്കോസിൻ്റെ 16-15. എന്നാൽ മത്തായി 22-18 നേഷൻസ്, ആൾ നേഷൻസ് എന്നാണ് എന്ന് പറഞ്ഞാൽ സകല രാജ്യങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിപ്പിന്നാണ്. കാരണം എന്താ? നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമാണ്. 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, 12 അപ്പോസ്തലന്മാർ കർത്താവ് പറയുന്നത്, എന്നെ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. നിങ്ങൾ എവിടെ പോയി സുവിശേഷം പറയണം? ജാതികളുടെ അടുക്കൽ പോകരുത്, ശമരിയരുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകുവിൻ എന്ന് പറഞ്ഞാണ് 12 അപ്പോസ്തലന്മാരെ വരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 12 അപ്പോസ്തലന്മാർ ഈ ജാതികളുടെ അടുക്കിലേക്ക് സുവിശേഷം പറയാനായിട്ട് കടന്നു പോയില്ല എന്നുള്ളത് നമുക്ക് ആദ്യത്തെ അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. കാരണം അവരോടങ്ങനെ നിർബന്ധമായിട്ട് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ എങ്ങോട്ട് പോകണമായിരുന്നു? ജാതികളുടെ അടുക്കിലേക്ക് പോകണമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലനെ ഒരു ജാതിയൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി കർത്താവ് എന്നെല്ലാം ത്യാഗം സഹിച്ചു എന്ന് നമുക്കറിയാം അല്ലേ? എത്ര നിർബന്ധിച്ചിട്ടാണ് പത്രോസ് പോയതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താ അവർ പോകാഞ്ഞത്? അവർക്ക് അങ്ങനെയുള്ളൊരു നിർദ്ദേശം കിട്ടിയില്ല 12 അപ്പോസ്തലന്മാർക്ക്. അതല്ല അവരോട് പറഞ്ഞത്. അവരോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക്, അഥവാ യഹൂദന്മാരുടെ അടുക്കിലേക്ക് പോവുകയും സുവിശേഷം പറയുകയും ചെയ്യുവാനാണ് അവരോട് പറഞ്ഞതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗം അതിനെ നേരെ ഖണ്ഡിക്കുന്നതല്ലേ, അതിന് നേരെ എതിരല്ലേ എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം വരും. എന്നാണ് ഇവിടെ വായിച്ചത്? പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് പ്രസംഗിച്ചില്ലേ എന്ന് പറഞ്ഞില്ലേ കർത്താവ്? അപ്പോൾ സകല സൃഷ്ടികളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജാതികൾ ഉൾപ്പെട്ടില്ലേ? മത്തായി 28-18 അങ്ങനെയാണെങ്കിൽ തന്നെയും ഇവിടെ ഈ പറയുന്നത് എന്താ? സകല ജാതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടില്ലേ? ചോദ്യമാണ്. ഉൾപ്പെട്ടില്ലേ? കർത്താവ്, ഞാൻ ആദ്യം ഇപ്പോൾ പറഞ്ഞ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കർത്താവ് ആദ്യം പറഞ്ഞാൽ എന്താ? നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്. 12 അപ്പോസ്തലന്മാരെയും 70 സുവിശേഷ പ്രവർത്തകരെയും പറഞ്ഞയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്, ശമരിയരുടെ പട്ടണത്തിൽ കടക്കരുത് എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യം നമ്മളൊന്ന് ഓർക്കണം. പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദിയയിലും പിന്നെ ശമര്യയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ അവിടെയും യഹൂദന്മാരടങ്ങുന്നവരാണ് ഈ ശമര്യർ. ആദ്യം കർത്താവ് 3.5 വർഷത്തെ ശുശ്രൂഷയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ശമര്യരുടെ അടുക്കൽ പോകരുത്, ജാതികളുടെ അടുക്കൽ പോകരുത്. ആ കർത്താവ് ഇവിടെ പറഞ്ഞു നിങ്ങൾ ശമര്യയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് എവിടെ പോയാൽ സുവിശേഷം പറഞ്ഞതെന്നറിയാമോ? ശമര്യയിൽ പോയാൽ സുവിശേഷം പറഞ്ഞല്ലേ? അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്.
സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശമര്യരുടെ അടുക്കിലേക്ക് പോകാനായിട്ട് കർത്താവ് പറഞ്ഞു എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നേരെ ഫിലിപ്പോസ് പോവുകയും ശമര്യയിൽ പോവുകയും ശമര്യരുടെ ഇടയിൽ സുവിശേഷം പറയുകയും ചെയ്തു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 8-ാം അധ്യായത്തിൽ 25-ാം വാക്യം, അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ചു പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ ശമര്യരുടെ അനേക ഗ്രാമങ്ങളിൽ ആര് പോയി? ഫിലിപ്പോസ് അടക്കമുള്ളവർ പോയി. ആദ്യം കർത്താവ് 3.5 വർഷം അതല്ല പറഞ്ഞത് അല്ലേ? ഇവിടെയും അതുകൊണ്ട് തന്നെ ഈ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഇവിടെ പറയുന്നത് പിന്നെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൃപയുടെ സുവിശേഷം പറയുന്നവർ കൃപായുഗം ആരംഭിച്ചത് പൗലോസിലൂടെയാണെന്നും ജാതികളുടെ രക്ഷ ആരംഭിച്ചത് ആ പൗലോസിനെ വിളിച്ചതിന് ശേഷം പൗലോസിന് വെളിപ്പെട്ട സുവിശേഷത്തിലൂടെയാണെന്നും ഞങ്ങൾ പറയുമ്പോൾ അതിന് അതിശക്തമായിരിക്കുന്ന എതിർവാദമാണ് ഈ വാക്യം. ഒരു സംശയവുമില്ല, അതിന് അതിശക്തമായിരിക്കുന്ന എതിർവാദമാണ്. ഇവിടെ സർവ്വസൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന സകല മനുഷ്യരുടെ അടുക്കൽ പോകാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ 1 മണിക്കൂർ നേരം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ പ്രശ്നമുള്ളായിരിക്കുന്ന ഒരു വിഷയമാണ്. എങ്കിലും പ്രശ്നമുള്ളതും ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ. ഇവിടെ ഈ പറയുന്ന സന്ദർഭം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഇവിടെ പറയുന്ന സന്ദർഭം? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ എന്ത് നടക്കണം? അടയാളങ്ങൾ നടക്കണം അല്ലേ? ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സർവ്വസൃഷ്ടിയോടും സുവിശേഷം പറയുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്, എല്ലാവരോടും പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. ആരെ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരോട് പ്രസംഗിക്കണം. യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിക്കണം. മൂന്നാമത്തെ കാര്യം അവരെന്ത് ചെയ്യണം? അവർക്ക് രക്ഷപ്പെടാൻ അവർ സ്നാനപ്പെടണം, വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രസംഗിച്ച് കേൾക്കുന്നവരായിരിക്കുന്നവർ സ്നാനപ്പെടുകയും വേണം. വേണ്ടേ? സ്നാനപ്പെടുകയും വേണം. ഇനി 4ാമത്തെ കാര്യം എന്താ അവിടെ പറഞ്ഞത്? 4 കാര്യങ്ങളാണ്, 3 അല്ല 4 കാര്യങ്ങൾ. 4ാമത്തെ കാര്യം എന്താ അവിടെ പറഞ്ഞതെന്നറിയാമോ? അങ്ങനെ വിശ്വസിക്കുന്നവരാൽ എന്ത് സംഭവിക്കും? ഈ താഴെ പറയുന്നതായിരിക്കുന്ന അടയാളങ്ങളെല്ലാം നടക്കും. എന്താ അടയാളങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, മാത്രമല്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരികയും ചെയ്യും എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. അപ്പോൾ ആ ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന സുവിശേഷ ദൗത്യവുമായി പോകുന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാർ ആരോടെല്ലാം സുവിശേഷം പറയുന്നുവോ ആ പറയുന്നവർ രക്ഷപ്പെടാനായിട്ട് അവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്നാനമേൽക്കണം. ഒന്നാമത്തെ കാര്യം സ്നാനമേൽക്കണം. സ്നാനം മസ്റ്റാണ്. സ്നാനമേൽക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. സ്നാനം മസ്റ്റാണ്. സ്നാനം രക്ഷയ്ക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുടെ ഇടയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ യഹൂദന്മാരുടെ വിശ്വാസത്തിൻ്റെ രീതി അനുസരിച്ച് യഹൂദന്മാർ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനമേൽക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് മത്തായി 28:18 പറയുന്നത്, വിശ്വസിക്കുകയും ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ഇവിടെയും പറയുന്നത്. മത്തായി സുവിശേഷം പറയുന്നത്, നിങ്ങൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ളത് അവരോട് പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിരിക്കുന്ന വാക്കല്ലേ? നിർബന്ധമായിട്ട് സ്നാനം കഴിപ്പിക്കണം. ഇവിടെയും പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. അത് അവർ ചെയ്യണം, യഹൂദന്മാർ ചെയ്യണം. അതുകൊണ്ടല്ലേ ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കേട്ടുനിന്നായിരിക്കുന്ന യഹൂദന്മാർ ചോദിക്കുന്നത്, യഹൂദന്മാരെ കുറ്റപ്പെടുത്തി, നിങ്ങൾ ക്രൂശിച്ചു കൊന്നു നിങ്ങളുടെ മശിഹായെ, നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്ന മശിഹായെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായിട്ട് ചോദിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഗലീലെ പുരുഷന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ
പത്രോസ് അവരോട് പറയുന്നതായിരിക്കുന്ന മറുപടി എന്താ? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അവർ സ്നാനമേൽക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ ലാസ്റ്റായിട്ട് ഈ പോയിന്റുകളുടെ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് അങ്ങനെ സ്നാനമേറ്റ് 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷ പ്രവർത്തനത്താൽ ചേരുന്നവരായിരിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കണം. എന്തെല്ലാം അടയാളങ്ങൾ നടക്കണം? ഒരുപാട് അടയാളങ്ങൾ അവിടെ പറഞ്ഞു അല്ലേ? ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ശക്തി കൈവരും. പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞാൽ ഇവർ വേറെ ഒരു പുതിയ സന്ദർഭത്തിലേക്ക് കടന്നു പോകാനായിട്ട് പോവുകയാണ്. ഈ കാര്യം പറയുന്നത്, ഈ സുവിശേഷം പറയുന്നതും അങ്ങനെയുള്ളവരോടാണ് പറയേണ്ടത്. ഇവർ ഏത് സാഹചര്യത്തിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത് അറിയാമോ? കർത്താവായി യേശു ക്രിസ്തു ഉപദേശിച്ചായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഈ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ അവരൊരു മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകണം. മഹാപീഡനം എന്നുള്ളായിരിക്കുന്ന ഒരു 7 വർഷകാലമുണ്ട്. അത് യഹൂദന് പണ്ടേ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തായിരിക്കുന്ന മഹാപീഡനത്തിൻ്റെ കാലഘട്ടമാണ്. ഒരാഴ്ച വട്ടത്തേക്ക് അവൻ പലരോട് നിയമത്തെ കഠിനമാക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരാഴ്ച വട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. ഈ 7 വർഷം എന്ന് പറഞ്ഞാൽ അത് യാക്കോബിന് കഷ്ടകാലം എന്നാണ് നമ്മൾ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് തനി തങ്കം പുറത്തെടുക്കേണ്ടതിന് അവരിൽ നിന്ന് കീടം അശേഷം ഉരുക്കിക്കളയുവാൻ തക്കവണ്ണം ആ സ്വർണത്തെ ശുദ്ധീകരണ തീയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് അവരെ പുറത്തെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ദൈവം പണ്ടേ ഒരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മഹാപീഡന കാലഘട്ടം. ഈ മഹാപീഡന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര എളുപ്പമുള്ളതും അത്ര നിസ്സാരവുമായിരിക്കുന്ന കാര്യമല്ല കേട്ടോ. അയ്യോ, നമ്മളതിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മളങ്ങ് ഭയന്ന് പോകും. ശരിക്കും മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ അന്ന് മനുഷ്യരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ പറയുന്നത് മലകളുടെയും പാറകളുടെയും അടി പോയി നിന്നിട്ട് ഉറക്കം നിലവിളിക്കും, മലകളെ കുന്നുകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ, ഞങ്ങളെ കൊന്നു തരുവിൻ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അവർ മരണം ആഗ്രഹിക്കും, പക്ഷെ മരണം സംഭവിക്കുകയില്ല. അത്രമാത്രം ഭയങ്കരമായിരിക്കുന്ന പീഡയിലൂടെ ദൈവം അവരെ കടത്തിവിടാനായിട്ട് പോവുകയാണ്. ഈ കടത്തിവിടാനായിട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 7 ദൂതന്മാർ കാഹളം ഊതുന്നുണ്ട്. 7 ദൂതന്മാർ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ആകാശത്തിൽ നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് വീണിട്ട് ഭൂമിയിലുള്ളായിരിക്കുന്ന സകല നീരുറവുകളിലും 1/3 കയ്പായി തീർന്നു, രക്തം പോലെയായി തീർന്നു. അത് കുടിച്ചിട്ട് ഒരുപാട് മനുഷ്യർ മരിച്ചുപോയി. ഇവിടെ എന്താ പറഞ്ഞതെന്നറിയാവോ? മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിങ്ങൾ മരിക്കുകയില്ല, തന്നെയല്ല നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, തേളുകളെ നിങ്ങൾ കീഴടക്കും. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഈ മഹാപീഡന കാലത്ത് നമുക്കറിയാം, ഒരു ദൂതനെ അഗാധ കൂപം തുറന്നു വിടാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. ആ അഗാധ കൂപം തുറന്നു വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? പടയ്ക്ക് ഒരുങ്ങിയതായിരിക്കുന്ന സൈന്യങ്ങളെപ്പോലെ ഒരു വലിയ എണ്ണിക്കൂടാത്ത വെട്ടുകിളിക്കൂട്ടം പറന്നു വരികയാണ്. ആ വെട്ടുകിളിക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ വാല് കൊണ്ട് കുത്തിയാൽ തേള് മനുഷ്യനെ കുത്തുന്ന പോലെ ഇരിക്കും. അതുകളെ കൊണ്ട് മനുഷ്യനെ 5 മാസം ദണ്ഡിപ്പിക്കാൻ അതിന് അധികാരം ലഭിച്ചു എന്നാണ്. അതിൻ്റെ ശക്തി അതിൻ്റെ വാലിൽ സർപ്പത്തിൻ്റെ വിഷമുണ്ട്. ആ വിധത്തിൽ മനുഷ്യൻ ദുരിതം അനുഭവിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ ഇവർ കടന്നു പോകാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ ഈ വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുന്നവരായിരിക്കുന്ന ഈ കൂട്ടം എന്ത് ചെയ്യുമെന്നറിയാമോ? അവർക്ക് ഈ വിധമായിരിക്കുന്ന ആ അനർത്ഥങ്ങളിൽ മേൽ വിജയം ഭരിക്കാനുള്ള ശക്തി ലഭിക്കുമെന്ന ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മളെപ്പോലെ സാധാരണ ജീവിതത്തിലുള്ളായിരിക്കുന്ന ഒരു വിജയത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ ഇന്ന് ലോകത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് നടക്കേണ്ട സംഭവമാണെന്ന് ഇന്നത്തെ ക്രിസ്തീയ ലോകം വിശ്വസിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതെല്ലാം ഇന്ന് നടക്കേണ്ടതാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇതൊന്നും ഇന്ന് നടക്കുന്ന ഈ ഒരു കാര്യമല്ല. ഇത് ഈ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതുമല്ല. ഇത് പറഞ്ഞത് ആ വിധത്തിൽ യഹൂദന്മാരായിരിക്കുന്നവർ പോയി സുവിശേഷം പറഞ്ഞ് വിശ്വസിക്കപ്പെടുന്നതായിരിക്കുന്ന ആരുമാകട്ടെ,
അതായത് സർവ്വസൃഷ്ടിയും അവരാരുമാകട്ടെ, അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അത്ഭുതങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി കൊടുക്കും. എന്തിനു കൊടുക്കുന്നത് ഈ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ശക്തി? ഇവരിത് തുടർച്ചയായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുക, മഹാപീഡനം എന്നുള്ളതായിരിക്കുന്ന ഭയങ്കര അനർത്ഥത്തിലേക്ക് ഇവർ കടക്കാൻ പോവുകയാണ്. ആ മഹാപീഡനത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 24 അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായത്തിലും ഒക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ മഹാപീഡനത്തെക്കുറിച്ചാണ്. അത് ഭയങ്കരമായിരിക്കും. എന്നാൽ എൻ്റെ വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ലേ, ഞാൻ അതിലേക്കല്ല അധികം പോകുന്നത്. അപ്പോൾ ആ നാളുകളിലൂടെ കടന്നു പോകേണ്ടവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് വേണം? ആ നാളുകളിലുള്ളായിരിക്കുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ളായിരിക്കുന്ന ശക്തി അവർക്ക് ലഭിക്കുമെന്ന കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവരിൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ പ്രശ്നാധിഷ്ഠിതമായിരിക്കുന്ന നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ജയിപ്പാനുള്ളതായിരിക്കുന്ന ശക്തി അവർക്ക് ലഭിക്കുമെന്നാണ്. അപ്പം ഞാൻ പറയട്ടെ, ഇവിടെ ജാതികളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ഇവിടെ സർവ്വസൃഷ്ടിയും എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാരെക്കുറിച്ച് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കേൾക്കുന്നവർ നിങ്ങൾ വെറു വിഡ്ഢിത്തരമാണ് പറയുന്നതെന്ന് പറയും, ഇല്ലേ? ഇവിടെ സർവ്വസൃഷ്ടിയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തെറ്റുപറ്റുമോ? കർത്താവിന് തെറ്റുപറ്റുമോ? കർത്താവ് പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? അപ്പോൾ പിന്നെ നമുക്കിത് പഠിക്കണ്ടായോ? ഈ കാര്യം മനസ്സിലാക്കണ്ടായോ? നമുക്ക് തിരിച്ചറിയണ്ടേ ഇതെന്താ ഈ പറഞ്ഞ്? അപ്പോൾ ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന പൗലോസിലൂടെയാണ് കൃപായുഗം ആരംഭിച്ചത്, പൗലോസ് അപ്പോസ്തലനിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപായുഗത്തിലൂടെയാണ് ജാതികൾ ഉള്ളതായിരിക്കുന്ന കാര്യം തെറ്റുപറ്റുമോ? ഇല്ല. അത് മനസ്സിലാക്കുന്നതിൽ വന്ന തെറ്റാ. അപ്പോൾ അതിലേക്കാണ് നമ്മളിനി അടുത്ത ചുവട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവർക്ക് ഈ അടയാളങ്ങൾ നടക്കും, ഇവർ സ്നാനപ്പെടണം, ഈ വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. അങ്ങനെയാണെങ്കിൽ അവരിൽ ഈ അടയാളങ്ങൾ നടക്കും. അവർക്ക് എന്തിനും ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ശക്തി കൊടുത്തതെന്നറിയാം. അവർ മഹാപീഡനം തരണം ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് മഹാപീഡനമാണ്. അപ്പോൾ അതിനകത്ത് ജയിക്കണമെങ്കിൽ ഈ ശക്തിയെല്ലാം അവർക്ക് വേണം, ഈ അടയാളങ്ങൾക്കുള്ളായിരിക്കുന്ന വരം അവർക്ക് വേണം. അതുകൊണ്ടാണ് അവിടെ ആ സന്ദർഭം പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താ? നമുക്കൊന്ന് വായിക്കാം. ഇനി ഞാൻ കുറച്ചല്പം സാവകാശം ബൈബിൾ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് നിങ്ങളെ ഈ വേദഭാഗത്തിൻ്റെ കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 18 വാക്യം. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇനി ആ വാക്കിന് വ്യത്യാസം വരുത്താൻ പറ്റുമോ? ആരാ അരുളി ചെയ്തത്? സൃഷ്ടാവായ ദൈവം, അല്ലേ? എന്താ അരുളി ചെയ്തത്? അരുളി ചെയ്തതല്ല, സത്യം ചെയ്തതാ. എന്താ സത്യം ചെയ്തത്? നീ എൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള, അപ്പോൾ സകല ജാതികളും സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണ്ടേ? സന്തതികൾ എന്നാണോ പറഞ്ഞത്? അല്ല, സന്തതി എന്ന് ഏകവചനം ആരെക്കുറിച്ചാണ് പറഞ്ഞേ? അല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച്. സന്തതി, അതെ, പുതിയ മുതൽ പറയുന്നുണ്ട് അല്ലേ? സന്തതി എന്ന് ഏകനെക്കുറിച്ചല്ലോ പറഞ്ഞത്, അത് യേശു ക്രിസ്തു തന്നെ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും പെടണം. അങ്ങനെയാണെങ്കിൽ ജാതികളിലേക്ക് ഈ യേശു ക്രിസ്തുവിലുള്ളായിരിക്കുന്ന രക്ഷ കടന്നു പോകേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. സകല ജാതികളും എന്നല്ല പറഞ്ഞേ, സകല ജാതികളിലേക്കും അത് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇനി ഇവിടെ മാത്രമാണോ ഈ ജാതികളുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇവിടെ മാത്രമല്ല കേട്ടോ. പല സ്ഥലങ്ങളിലും പഴയ നിയമത്തിൽ അനേക വാക്യങ്ങളിൽ ജാതികൾ യഹൂദനിലൂടെ രക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞു. ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? നിൻ്റെ സന്തതി മുഖാന്തരം എന്നല്ലേ? അല്ലേ, വേറെ വിധത്തിലൊന്നും അല്ല. നിൻ്റെ സന്തതി യഹൂദന്മാരിലൂടെ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഈ സന്തതി യേശുക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു യഹൂദനായി ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് യഹൂദനായിട്ട് യഹൂദന്മാരുടെ ഇടയിലല്ലേ ജനിച്ചേ? അത് ഈ വാഗ്ദത്തപ്രകാരം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തപ്രകാരം. ആ യഹൂദന്മാരിലൂടെ ആര് രക്ഷപ്പെടണം? ആര് നീതീകരിക്കപ്പെടണം? ജാതികളും കൂടെ നീതീകരിക്കപ്പെടണം. അത് യഹൂദന്മാരിലൂടെ തന്നെ നടക്കണം. ഇത് ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹമാണ്. കൊടുത്തായിരിക്കുന്ന അനുഗ്രഹമാണ്. നമുക്ക് മാറ്റി പറയാനൊന്നും പറ്റുകയില്ല. അപ്പം ഇതിനെക്കുറിച്ച് ഇത് മാത്രമാണോ ഈ സത്യം ചെയ്തു? ഈ സത്യത്തെക്കുറിച്ച് പിന്നെ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തന പുസ്തകങ്ങൾ എടുക്കാം.
പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനിയുള്ള വാക്യങ്ങളൊക്കെ ഇനിയുള്ള പറയുന്നതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ, കാരണം ഞാൻ ഇത്ര നേരം അതിൻ്റെ ആ സന്ദർഭം ഒന്ന് ഓടിച്ച് പറഞ്ഞാണ്. 47-ാം സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തനം അതിൻ്റെ 47 47-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കാൽക്കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. അങ്ങനെ വിശദീകരിച്ച് പോവുക. എന്താ പറഞ്ഞത്? സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, അല്ലെങ്കിൽ സകല ജാതികളുമായുള്ളവരെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അപ്പോൾ ഈ ജാതികൾ എന്തിനാണ് ദൈവസന്നിധിയിൽ ആർക്കുന്നത്? ജാതികൾക്ക് രക്ഷയില്ലെങ്കിൽ ജാതികൾക്ക് രക്ഷയുള്ളത് കൊണ്ടല്ലേ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞ് ആർത്ത് ഘോഷിച്ച് സന്തോഷിച്ച് ഉല്ലസിക്കാനല്ലേ പറയുന്നത്, അല്ലേ? മറ്റൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 67-ന്റെ 2-3 വാക്യം. സങ്കീർത്തനം 67 2-3 വാക്യം ഇങ്ങനെ വായിക്കുന്നു. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. സംശയമേതുമില്ലല്ലോ. പഴയ നിയമം എല്ലാവരും വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താ? ജാതികളും ഇസ്രായേലിൻ്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട്, ജാതികളിലേക്ക് രക്ഷ പോകുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം പഴയ നിയമത്തിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ 1-ാമത്തെ പോയിൻ്റാണ് അബ്രഹാമിനോട് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? നിൻ്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത്. സങ്കീർത്തനം 72-ന്റെ 11-ാം വാക്യം. 2-3 വാക്യങ്ങളെ വായിച്ചിട്ട് ഞാൻ നിർത്താം. 72-ന്റെ 11-ാം വാക്യം എന്തെന്നാണ് വായിക്കുന്നത്? സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ. നോക്കിക്കേ, ഈ സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ എന്നൊക്കെ അവിടെ പറഞ്ഞ ആരെ നമസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞത്? ഒരു സംശയമില്ല, നമ്മുടെ കർത്താവായ യേശുവിനെ സകല രാജാക്കന്മാരും എന്ന് പറഞ്ഞാലോ ഇസ്രായേലിലെ മാത്രം രാജാക്കന്മാരാണോ? സകല ലോകത്തിനുമുള്ളായിരിക്കുന്ന സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെ സകല ജാതികളും സേവിക്കുമെന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഞാൻ ആ മർക്കോസിൻ്റെ 16-15 എല്ലാവർക്കും ഓർമ്മ വേണേ. നിങ്ങൾ പുറപ്പെട്ട് സർവ്വ സൃഷ്ടിയോടും സുവിശേഷം അറിയാം. അതാണ് നമ്മുടെ വിഷയം കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. ഒരു സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ മാത്രം ഞാൻ വായിച്ചു നിർത്താം. 86-ന്റെ 9. കർത്താവെ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അപ്പോൾ ആർക്കും സംശയമില്ലല്ലേ? കർത്താവെ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ ലോകത്തിലുള്ളായിരിക്കുന്ന സകല ജാതികളും, അത് ഏതെല്ലാം ജാതിയുണ്ടോ, എത്ര ജാതി ഉണ്ടെന്ന് അറിയില്ല, എല്ലാ ജാതികളും ആരെ നമസ്കരിക്കുന്ന പറഞ്ഞേ? ദൈവത്തെ നമസ്കരിക്കും. അവർ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഇത് പ്രവാചകന്മാരിലൂടെ പറഞ്ഞതല്ലേ? ദൈവത്തിൻ്റെ തീരുമാനമല്ലേ? ദൈവത്തിൻ്റെ നിശ്ചയങ്ങളല്ലേ? മാറ്റാൻ പറ്റുമോ ആർക്കെങ്കിലും? ആർക്കും മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലേക്ക് വെക്കണം. ഇത് ദൈവത്തിൻ്റെ ആ പദ്ധതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു എന്ന ആ അബ്രഹാമിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ വേണ്ടേ ഈ രക്ഷജാതികളിലേക്ക് പോകാൻ, അല്ലേ? നിൻ്റെ സന്തതി മുഖാന്തരം, അങ്ങനെയല്ലേ പറഞ്ഞത്? നിൻ്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തി യഹൂദനിലൂടെ ജാതികളിലേക്ക് പോകണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് കൊർന്നലിയോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസിനെ വിടുന്നത്. കൊർന്നലിയോസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി ഒരു പക്ക ജാതിയനായിരുന്നു. ഈ ജാതിയനായിരിക്കുന്നവൻ നല്ല ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു, ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ദാനധർമ്മവും ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ എവിടെ എത്തി? ദൈവസന്നിധിയിലെത്തി.
അപ്പോൾ ഈ ഭക്തനായ മനുഷ്യനോട് ദൈവം ഒരു ദൂതൻ മുഖാന്തരം അരുളി ചെയ്തു, നീ ഒരു കാര്യം ചെയ്യും, യോപ്പയിൽ നീ തോൽക്കൊല്ലനായിരിക്കുന്ന ശിമോൻ്റെ വീട്ടിൽ ഒരുത്തിന് ഇരിപ്പുണ്ട്, കേഫാവെന്ന് മറുപേരുള്ളായിരിക്കുന്ന പത്രോസ് ഇരിപ്പുണ്ട്, അവനെ വിളിച്ചുകൊണ്ട് വാ. വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് നീ കേൾക്കാൻ പറഞ്ഞു. ദൈവം ദൂതൻ മുഖാന്തരം അവനോട് അരുളി ചെയ്തതാണ്. പക്ഷെ പത്രോസ് അന്ന് വരെ പോയില്ലായിരുന്നു ഒരു ജാതികളുടെ അടുക്കിലേക്കും, ഒരു ജാതിയോട് സുവിശേഷം പറഞ്ഞില്ലായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ പത്രോസിന് ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പത്രോസ് 9 മണി നേരത്ത് വെൺമാടത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയിരുന്നപ്പം ഒരു ഭയങ്കര വിശപ്പ് വരുത്തി. ഭയങ്കര വിശപ്പ് വരുത്തിയിട്ട് അവന് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നണമെന്ന് തോന്നി. കുറച്ചൊന്നും തിന്നാൽ പോരാ, കാരണം അത്രയും ഭയങ്കര വിശപ്പ് വരുത്തി ദൈവം പത്രോസിന്. അപ്പോൾ പത്രോസിന് തോന്നി എന്ത് കിട്ടിയാലും തിന്നാന്ന്. പ്രാർത്ഥിക്കാനിരുന്ന അന്നേരം ഈ വിശപ്പ് വന്നേ. അപ്പോഴാണ് ആകാശത്തു നിന്ന് ഒരു തുപ്പട്ടി പോലൊരു സാധനം ഇറങ്ങി വന്നിട്ട് ഭൂമിയിലെ സകല ജന്തുക്കളും പക്ഷിമൃഗാദികളും എല്ലാം നിറച്ച തുപ്പട്ടി ഇറങ്ങി വരുന്നു. പത്രോസേ, നിനക്ക് വിശക്കുന്നില്ലേ? എഴുന്നേക്കടാ, അറുത്ത് തിന്നടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മാതിരി അല്ലാട്ടോ ബൈബിളിൽ എഴുതിയേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന. പത്രോസ് അത് നോക്കിയിട്ട് പറഞ്ഞു, അയ്യേ, അതിനകത്ത് പന്നിയുണ്ട്, കോഴിയുണ്ട്, ഒരുപാട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, യഹൂദനത് തിന്നാമോ? തിന്നാൻ പാടില്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഈ അശുദ്ധമായതൊന്നും ഞാൻ ഇന്ന് വരെ എൻ്റെ കൈകൊണ്ട് തുടരില്ല, എന്ന് നിനക്കറിയാൻ പാടില്ലേ, പിന്നെ നീ എന്തേ പറയുന്നത്? ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതങ്ങ് കയറിപ്പോയി. പത്രോസ് നോക്കുമ്പോൾ എന്നിട്ടും വിശപ്പടങ്ങുന്നില്ല. അന്നേരം വീണ്ടും തുപ്പട്ടി ഇറക്കി കാണിച്ചു. തിന്നട പത്രോസ് എന്ന് പറഞ്ഞു. പത്രോസ് നോക്കിയപ്പോൾ ഇത് തങ്ങൾക്ക് തിന്നാൻ പറ്റാത്ത കുറേ സാധനം ഉണ്ടെന്ന് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു, തിന്നില്ല കർത്താവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും വലിച്ചെടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക്. പിന്നെയും പത്രോസിന് വിശപ്പടങ്ങുന്നില്ല. എൻ്റെ ഭാവനയിൽ ഞാനത് കാണുക. അപ്പോൾ വീണ്ടും കാണിച്ചു കൊടുത്തു, തിന്നട പത്രോസേന്ന്. എന്നിട്ട് അത് അങ്ങനെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി കഴിഞ്ഞപ്പോൾ പത്രോസ് സുബോധം വന്നു. ഇതെന്താ ഇങ്ങനെ ഒരു ദർശനം കണ്ടേ? അപ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത്. ആ പുറത്ത് 3 പുരുഷന്മാർ കാത്തിരിക്കുന്നു, നീ ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞു. ചെന്നു. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി, ആ ശതാധിപൻ്റെ വീട്ടിലേക്ക്, കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് പത്രോസ് പോയി കഴിഞ്ഞപ്പം, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പത്രോസ് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ. പത്രോസിന് വല്ലതും മനസ്സിലായോ എന്തിനാ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയെന്ന്? 10 അധ്യായം, അപ്പോൾ 10 അധ്യായം 29 വാക്യം. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പത്രോസിന് അറിയില്ല എന്തിനാ ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് വിട്ടത് എന്തിനാണെന്ന് പത്രോസിന് അറിയില്ല. അപ്പോൾ പത്രോസ് ചെന്നിട്ട് ചോദിക്കുക, എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചത്? തന്നെയല്ല, പത്രോസ് അങ്ങ് ചെന്നത് കർത്താവ് ഈ തുപ്പിട്ടിയൊക്കെ കാണിച്ചു കൊടുത്തപ്പം വളരെ ധൈര്യമായിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാ, ഞാൻ അതുകൊണ്ട് യാതൊരു മടിയും വിചാരിക്കാതെ ഞാൻ കടന്നു ചെല്ലാന്ന് പറഞ്ഞ് അങ്ങ് ചെന്നതാണോ? അങ്ങനെയൊന്നുമല്ല. പത്രോസ് എങ്ങനെയാണ് അവിടെ ചെന്നതെന്നറിയാമോ? പത്രോസ് അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ നോക്കിയേ, എന്താണ് അതിൻ്റെ 25 വാക്യം, 10 അധ്യായം 25 വാക്യം. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്കാൻ ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. 27 വാക്യം നോക്കിയേ, അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ട അവനോട്, പത്രോസ് പറയുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞാനിതെന്തിനാ ഇത്ര വായിച്ചെന്നറിയാമോ? പത്രോസ് അവിടേക്ക് ചെന്നിട്ട് പത്രോസിനോട് എല്ലാവരും പറയുന്നത് മത്തായി 28:18 സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലുള്ളായിരിക്കുന്ന സകല ജാതികളുടെ അടുക്കലേക്ക് പോകാനാ ഭരമേൽപ്പിച്ചതെന്നാ. ഇവർക്കറിയില്ല അങ്ങനെ ജാതികളുടെ അടുക്കൽ പോവുകയും സുവിശേഷം പറയുകയും ചെയ്യണമെന്നുള്ളായിരിക്കുന്ന ഒരു ദൗത്യം തങ്ങളെ ഏൽപ്പിച്ചു എന്ന് അവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് പത്രോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചത്? ഞങ്ങൾക്ക് ജാതികളുടെ അടുക്കൽ പോകാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞങ്ങൾക്കൊരു ജാതികളുമായിട്ട് സംസർഗം ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടെ? ഇന്നത്തെ ലോകത്തിലുള്ളായിരിക്കുന്ന ക്രൈസ്തവ സമൂഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 12 അപ്പോസ്തലന്മാരെ സകല ജാതികളുടെ അടുക്കലേക്ക് പോകാനാണ് ഏൽപ്പിച്ചത്. മത്തായി 28:18 പറഞ്ഞിരിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംശയലേശം എന്നെ എല്ലായിടത്തേക്കും പോയി കൂടായിരുന്നോ? പോകാൻ പാടില്ലായിരുന്നോ? പോവുകയില്ലായിരുന്നോ? എന്നാൽ എന്താ ഇവർ പോകാഞ്ഞത്? ഇവർ പോകാൻ അങ്ങനെ ഒരു ദൗത്യമല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ചെയ്യാൻ തിന്നാനും ഇരിക്കാനും കൂടാനും ഒന്നും പറ്റുകയില്ല.
സംഗതിയില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിളിപ്പിച്ചത്? വിളിപ്പിച്ച സംഗതി പറയാനായിട്ട് പറഞ്ഞ് പത്രോസ് അവിടേക്ക് ചെല്ലുന്ന രംഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ചെന്നു പത്രോസ് അവരോട് സുവിശേഷം പറഞ്ഞു. അവിടുത്തെ സംഭവമൊക്കെ അറിയാമല്ലോ, പിന്നെ ഞാൻ വായിക്കുന്നില്ല. സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ വചനം കേട്ടുകൊണ്ടിരുന്നു. ആര്? കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള എല്ലാവരും, കുറേ പേരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവരെല്ലാം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് എന്ത് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് അവരുടെ ഉള്ളിലല്ല, അവരുടെ ഉള്ളിലേക്കല്ല, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെ പത്രോസിൻ്റെ കൂടെ വന്നതായിരിക്കുന്ന എല്ലാവരും എന്ത് ചോദിച്ചു എന്നറിയാമോ? പണ്ടെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിനത്തിലെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ട് ഇവരെ സ്നാനം കഴിപ്പിക്കാതെ വണ്ണം വെള്ളത്തെ തടുക്കുവാനായിട്ട് ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു? അവരെ സ്നാനപ്പെടുത്തണം, നിർബന്ധമാണ്. മർക്കോസിൽ നമ്മൾ എന്തെന്നാ വായിച്ചേ? മർക്കോസിൽ വായിച്ചെന്താ? വിശ്വസിക്കുകയും അപ്പം സ്നാനം വേണ്ടേ? അവരെ സ്നാനപ്പെടുത്തി. അങ്ങനെ സ്നാനപ്പെടുത്തി ഇവരെങ്ങോട്ട് ചേർന്നു? പത്രോസിനോടും 12 അപ്പോസ്തലന്മാരോടും ചേർന്നു, അല്ലേ? സംശയമില്ല. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പത്രോസ് തിരിച്ച് യെരുശലേമിലേക്ക് വരുന്ന രംഗമാണ് കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നോക്കിയേ. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന അപ്പോസ്തലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ അഗ്രകർമ്മികളുടെ അടുക്കൽ ചെന്ന് അവനോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ അവരോട് വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. ആ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ സഭയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യെരുശലേമിലെ സഭയിലുള്ളവരൊക്കെ കൂടി കത്തിയൂരി പത്രോസിൻ്റെ നേരെ. നീ ജാതികളുടെ അടുക്കൽ പോയി, പറ്റില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, നീ അവരുടെ കൂടെ തിന്നു കുടിച്ചു, നീ അവരുടെ കൂടെ ഇരുന്നു, അതുകൊണ്ട് ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ പറ്റുകയില്ല. അതെന്താ യെരുശലേമിലെ സഭ, പത്രോസിൻ്റെ കീഴിലുള്ള ശിഷ്യന്മാരായിരിക്കുന്നവർ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് ജാതികളുടെ അടുക്കൽ പോകാനുള്ളതായിരിക്കുന്ന ഒരു നിർദ്ദേശം കിട്ടിയില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. കൊർന്നല്യോസിൻ്റെ വീട്ടിലെ സംഭവം ആദ്യത്തെ സംഭവമാണ്. പത്രോസിനെ ഏൽപ്പിക്കുന്ന ഒരു പുതിയ സംഭവമാണിത്. ആ കാര്യത്തെക്കുറിച്ച് പത്രോസ് യെരുശലേമിലെ സഭയിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചു നോക്കിയേ. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. എന്ന് പറഞ്ഞാൽ പത്രോസ് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു. 16-ാം വാക്യം തൊട്ട്, അപ്പോൾ ഞാൻ യോഹന്നാൻ, അതായത് അതിൻ്റെ മേലെ തൊട്ട് വായിക്കണം, എന്നാൽ ഇതെല്ലാം വായിക്കണ്ട, എല്ലാം വായിക്കുന്നില്ല, ഞാൻ അതിൻ്റെ 16 തൊട്ട് വായിക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം യെരുശലേമിലെ സഭയിൽ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോകാനുണ്ടായ കാരണം, ഞാൻ അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ പത്രോസിനൊരു കാര്യം ഓർമ്മ വന്നു. എന്താ ഓർമ്മ വന്നതെന്നറിയാവോ? അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആര് മഹത്വപ്പെടുത്തി? യെരുശലേമിലെ, മനസ്സിലായില്ലേ? ഇത് ആദ്യത്തെ സംഭവമാണ്. ഒരു ജാതിയൻ്റെ ആദ്യത്തെ രക്ഷയാണ്. 12 അപ്പോസ്തലന്മാരിലൂടെയുള്ള ഒരു ജാതിയൻ്റെ ആദ്യത്തെ രക്ഷയാണ്. ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇത് യഹൂദന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കണമായിരുന്നു. ഇതിങ്ങനെയാണ് എന്ന് യഹൂദന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കണമായിരുന്നു. അങ്ങനെ അവർ സമ്മതിച്ചു. ഇതാണ് നമുക്ക് കാണാനുള്ളത്. ഇതെന്തിനാ ഈ പത്രോസിനെ തന്നെ ഇവിടേക്ക് അയച്ചത്? 12 അപ്പോസ്തലന്മാരിലെ മറ്റേ ആരെങ്കിലും അയച്ചുകൂടായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പത്രോസ് അപ്പോസ്തലനാണ് അപ്പോസ്തലന്മാരുടെ നേതാവ്, അല്ലേ? ഒന്നാമൻ, അല്ലേ? താക്കോൽ ആർക്കാ കൊടുത്തേ? ആദ്യം കൊടുത്തത് നിൻ്റെ മേൽ ഞാൻ നീ പത്രോസാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീയെ പാതാള ഗോപുരങ്ങളായാലും ജയിക്കില്ലേ? ഓക്കെ. എന്നിട്ട് പറഞ്ഞ അടുത്ത സെൻറ്റൻസ് എന്താ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ തുറക്കുന്നൊക്കെയും. അപ്പോൾ പത്രോസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? അപ്രമാദിത്വം കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഒരു സംശയവും ഇല്ല. അപ്രമാദിത്വം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ നേതാവ് പത്രോസ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട്
അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം എന്താ? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹിക്കപ്പെടുന്ന വാതിലും ജാതികളിലേക്കുള്ളായിരിക്കുന്ന വാതിൽ ആര് തുറക്കണം? ചാവി ആരുടെ ഇല്ല? മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. ഈ പത്രോസ് തന്നെ ഈ കീയിട്ട് ഇത് തുറക്കണം. ഇത് തുറന്നെങ്കിലേ ഈ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളായിരിക്കുന്ന ആ പദ്ധതി ആരംഭം കുറിക്കുകയുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? അതാ പത്രോസിലൂടെ തുറന്നത്. അത് പത്രോസിലൂടെ ആരംഭിച്ചു. ജാതികളിലേക്കുള്ള രക്ഷയുടെ വാതിൽ അവിടെ തുറന്നു. എന്നിട്ട് ഇവരാരെങ്കിലും ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്ന മാതിരിയാണോ രക്ഷിക്കപ്പെടുന്നത്? അല്ല. എന്താ വ്യത്യാസം? ഇവരെന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനമേൽക്കണം. ഇവരെന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. ഇവരെന്ത് ചെയ്യണം? സകല ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഇവരെങ്ങോട്ടാണ് ചേരുന്നത്? നിന്റെ സന്തതി മുഖാന്തരം നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. യഹൂദന്മാരിലൂടെ. ഇവർ ഈ പറയുന്ന ജാതികൾ എങ്ങോട്ട് ചേരണം? യഹൂദ മതത്തിലേക്ക്, യഹൂദ മതാനുസാരികളായി ചേരണം. പോയിന്റ് മനസ്സിലായോ? ഇവരുടെ രക്ഷ നമ്മുടെ രക്ഷ പോലെയല്ല. ഇവരൊക്കെ യഹൂദ മതാനുസാരികളായി രക്ഷപ്പെടണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. യഹൂദനെ ഭൂമിയിൽ ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിലൂടെ ദൈവം ഉദ്ദേശിച്ചത് ഈ യഹൂദൻ എന്ന ജാതിയിലൂടെ ഈ ലോകത്തിലുള്ളായിരിക്കുന്ന സകല മനുഷ്യവർഗവും യഹൂദന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെടണം. അതിനായി യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനായിക്കൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. ആ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലെ ജാതികളെല്ലാം യഹൂദ മതാനുസാരികളായിക്കൊണ്ട് രക്ഷ പ്രാപിക്കണം എന്നുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചായിരിക്കുന്ന ആ സങ്കീർത്തന പുസ്തകങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്ന രാജാക്കന്മാർ നിൻ്റെ മുമ്പിൽ കീഴടങ്ങും, സകല ജാതികളും നിന്നെ നമസ്കരിക്കും, സകല ജാതികളും വന്ന് നിന്നെ സ്തുതിക്കും, നിന്നെ വാഴ്ത്തും എന്ന് പറഞ്ഞത് ലോകത്തിലുള്ളായിരിക്കുന്ന സകല ജാതികളും ആ യഹൂദ മതത്തിലൂടെ ദൈവത്തെ അറിയണം. ഏകസത്യ ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി അറിയണം, യേശു ക്രിസ്തുവിനെ അറിയണം. എങ്ങനെ അറിയണം? സ്വതന്ത്രമായിട്ടല്ല, യഹൂദ മതത്തിലൂടെ, യഹൂദ ജാതിയിലൂടെ. അവരെല്ലാവരും ന്യായപ്രമാണത്തിൻ്റെ വക്താക്കളായി തീരണം, ന്യായപ്രമാണം അനുസരിക്കുന്നവരായി തീരണം. ഒലിവുമലയിൽ ഇറങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ് അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നും മിന്നി പ്രകാശിച്ചുകൊണ്ടിരിക്കും. മറ്റു പല വാക്യങ്ങളുണ്ട്. ആ പ്രകാശം കൊണ്ട് യെരൂശലേം പട്ടണം മുഴുവൻ ഒരു ലൈറ്റ് വെട്ടവും വേണ്ട, കൃത്രിമമായിരിക്കുന്ന ഒരു വെട്ടവും വേണ്ട, ആ പ്രകാശത്താൽ പ്രകാശപൂരിതമായി വിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേ? ഇപ്പോൾ വായിച്ച വാക്യത്തിലേക്ക് വരിക. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. കണ്ടോ? പത്രോസ് തുറന്ന ഈ വാതിലെ ആദ്യം ഒരൊറ്റ വീട്ടിലാണ് ഇത് തുറന്നത്. ഇത് തുടർന്ന് 1000 ആണ്ടിലേക്ക് കടന്നു പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? സകല ജാതികൾ അത് തുടർന്ന് പോയിരുന്നെങ്കിലും ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനിയും തുറന്നാൽ 1000 ആണ്ടിൽ സംഭവിക്കുന്ന കാര്യമായി പറഞ്ഞ ഈ വാക്യങ്ങളൊന്നും തെറ്റിപ്പോകില്ല. 1000 ആണ്ടിൽ ഇത് തന്നെ സംഭവിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഏതാ? ദേവാലയത്തിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിക്കുകയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാടുകളെ കൊഴുക്കളായി. താഴേക്ക് വായിക്കുന്നില്ല. 1000 ആണ്ട് വാഴ്ചയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സകല ജാതികളിൽ നിന്നും ലക്ഷോപലക്ഷം, അതിനേക്കാൾ മെക്കാമദീനയിൽ വരുന്നതിനേക്കാൾ അനേക മടങ്ങ് ജാതികൾ എങ്ങോട്ട് ഒഴുകിച്ചെല്ലുമെന്നറിയാവോ? യെരൂശലേമിലേക്ക് ഒഴുകിച്ചെല്ലും. ഒഴുകിച്ചെല്ലും. കാരണം എന്താ ഒഴുകിച്ചെല്ലും കാരണം? മനസ്സിലായോ? കാരണം എന്ന് പറഞ്ഞാൽ ഏത് ജാതികളും ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യെരൂശലേമിൻ്റെ, ഇസ്രായേലിൻ്റെ ദൈവം മാത്രമേ ദൈവമായിട്ടുള്ളൂ. കാരണം കാണുന്നവർക്കൊക്കെയും വ്യക്തമായിരിക്കുന്ന കാഴ്ച, ഒരു കൃത്രിമവും ഇല്ലാതെ അതിഭയങ്കരമായിരിക്കുന്ന തേജസ് കൊണ്ട് യെരൂശലേം പ്രകാശിക്കുന്നു. അങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജാതികൾ പിന്നെ ഏത് ദൈവത്തെ അന്വേഷിക്കും?
തിരുവെഴുത്തിൽ വായിക്കുകയാണ്, ഞാൻ അതൊന്നും വായിക്കുന്നില്ല, തിരുവെഴുത്തുകൾ വായിക്കുക. ഇത് കാണുന്ന ജാതികൾ പറയും, തങ്ങളുടെ പൊന്നും വെള്ളിയും തങ്ങളുടെ പിന്നെ കല്ലും മരവും കൊണ്ടുള്ളായിരിക്കുന്ന വിഗ്രഹങ്ങളെ എടുത്തിട്ട് നരിച്ചീറുകൾക്കും തുരപ്പനെലിക്ക് എറിഞ്ഞു കൊടുക്കും. എറിഞ്ഞു കൊടുത്തിട്ട് പറയും, ഓ നിങ്ങൾ ഞങ്ങളുടെ ദൈവമല്ല, നിങ്ങളല്ല ദൈവം, നിങ്ങളിനി ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. ലോകത്തിലെ ജാതികൾ അവരുടെ വിഗ്രഹങ്ങളെ തുരപ്പനെലിക്ക് നരിച്ചീർന്നും എറിഞ്ഞു കൊടുക്കുന്നു. പ്രവചന പുസ്തകം പറയുകയാണ്. എന്നിട്ട് പറയും, ഇസ്രായേലിൻ്റെ ദൈവം മാത്രമേ ദൈവമുള്ളൂ, വരുവിൻ നമുക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തിനടുക്കിലേക്ക് കയറി ചെല്ലാം, അവിടെ നിന്ന് നമുക്ക് ഉപദേശം ലഭിക്കും. ഈ വാതില ഇവിടെ തുറന്ന് പത്രോസ് കൊർന്നല്യോസിന് പത്രോസ് തുറക്കണം. പത്രോസ തലവൻ, പത്രോസിൻ്റെ കയ്യിലാണ് കീ ഇരിക്കുന്നത്, ചാവി ഇരിക്കുന്നത്. പത്രോസ് തുറക്കണം. ഇതിനാണ് ഈ തുപ്പട്ടി പോലെ കാണിച്ചു കൊടുത്ത് നിർബന്ധിച്ച് വിടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? മർക്കോസ് 16:15 മനസ്സിലായോ? സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിന്ന് പറഞ്ഞ് മനസ്സിലായോ? ഈ പദ്ധതി അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന കാര്യമാണ്. അബ്രഹാമിലൂടെ നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളായിരിക്കുന്ന വാഗ്ദത്തം തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോകണമായിരുന്നു. ഇതാണ് സംഭവിക്കേണ്ടത്. ഇനിയും ചില വാക്യങ്ങൾ കൂടെ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാപ്രവചനം 25:6 മുതൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ തന്നെ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിയിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ച് കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. നോക്കിയ ഇവിടെ പറഞ്ഞെന്തറിയാവോ? ഈ പർവ്വതത്തിൽ വെച്ച്, യെരുശലേമിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് സകല ജാതികളുടെയും മൂടുപടം നീക്കിക്കളയും. നോക്കിയ സകല വംശങ്ങൾക്കുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്ന് ലോകത്തിലെ ജാതികളുടെ മേൽ മൂടുപടം കിടക്കുക, മറവ് കിടക്കുക. എന്ത് മറവ്? ആരാ ദൈവം എന്നറിയില്ല. എന്നാൽ യെരുശലേമിൽ വെച്ച് എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ സകല ജാതികളിൽ നിന്നുള്ളായിരിക്കുന്ന മൂടുപടവും മറവും നീക്കിക്കളയും. കാരണം അവരെല്ലാവരും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ തേജസ് കാണും. കർത്താവിനെ നേരിട്ട് കാണുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാണാൻ പറ്റുകയുമില്ല. കർത്താവിനെ നേരിട്ട് കണ്ട ആർക്കും ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ യെരുശലേമിൻ്റെ ദേവാലയത്തിൽ ഒരു കൃത്രിമവുമല്ലാത്ത ഭയങ്കര തേജസ് മിന്നിത്തിളങ്ങിക്കൊണ്ട് പകൽ വ്യത്യാസമില്ലാതെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന ജാതികളുടെ മൂടുപടം നീങ്ങിപ്പോവും. അതേ, ഇതാ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം മാത്രമേ ദൈവമുള്ളൂ, ഇവനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറയും. വേറൊരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാപ്രവചനം 56-ാം അധ്യായം, 56-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം എൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. നിങ്ങളിവിടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞതെന്നറിയാവോ? ആ 1000 ആണ്ടിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞേ? 1000 ആണ്ടിൽ യഹോവയോട് അനേക ജാതികൾ വരും. വന്നു കഴിഞ്ഞിട്ട് അവർ പറയരുത്, യഹോവ തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ വേർപെടുത്തും. പഴയ യെരുശലേം ദേവാലയത്തിൽ ഒരു നടിച്ചുവരുണ്ടായിരുന്നു അല്ലേ? എന്തിനാ നടിച്ചുവര് കെട്ടിയത്? ജാതികൾ വന്നാൽ, അത് വെറും ജാതികളല്ല, യഹൂദ മതാനുസാരികളായ ജാതികൾക്കേ അവിടെ കയറാൻ പറ്റുള്ളൂ. വെറും ജാതികൾക്ക് യെരുശലേം ദേവാലയത്തിൽ കയറാൻ പറ്റില്ല. യഹൂദ മതാനുസാരികളായി പരിച്ഛേദന ഏറ്റ് ന്യായപ്രമാണത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ മലയിലേക്ക് പോലും കയറാൻ പറ്റുള്ളൂ. ഇനി അവൻ കയറി വന്നാൽ പോലും യഹൂദന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തി നോക്കാൻ പോലും പറ്റില്ല. ഒന്ന് എത്തി നോക്കി ഒന്ന് കാണാം, യഹൂദന്മാർ നിൽക്കുന്നതെന്ന് വെച്ചാൽ പോലും കാണാൻ പറ്റില്ല. അവരെക്കാളും വലിയൊരു നടിച്ചൂര് കെട്ടിവെച്ചേക്കുക. അവർക്ക് എങ്ങനെ കയറിയാലും കാണാൻ പറ്റാത്ത നടിച്ചൂര് കെട്ടിവെച്ചേക്കുക. എന്നിട്ട് ആകെ ആ നടിച്ചൂരിൻ്റെ ഇപ്പുറം നിന്നിട്ട് ആ ചുമരിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഇസ്രായേലിൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആരാധിക്കണം. നടിച്ചുവര് കെട്ടി മറച്ചേക്കുക. യഹൂദ മതാനുസരിക്ക് പോലും കയറാൻ പറ്റില്ല. എന്നാൽ 1000 ആണ്ടിൽ എന്താ സംഭവിക്കുന്നത് വായിച്ചേ? ഒന്നുകൂടി നോക്കിയേ. ഇപ്പം ഞാൻ പറഞ്ഞ വാക്യം വെച്ചൊന്ന് വായിച്ചേ. 3-ാം വാക്യം.
യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുമെന്ന് ഇനി പറയരുത്. 1000 ആണ്ടിൽ സംഭവിക്കുന്നത് ഇവർ ഒരുമിച്ച് യെരൂശലേം ദേവാലയത്തിലേക്ക് ചെല്ലും. ഇവരൊരുമിച്ച്, ഈ ജാതിയനും ഈ യഹൂദനും ഒക്കെ ഒരുമിച്ച് യെരൂശലേം ദേവാലയത്തിലേക്ക്, അവിടെ ദൈവത്തിൻ്റെ തേജസ് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് ഇവർ കടന്നു ചെല്ലും. എന്നിട്ട് താഴെ വായിക്കുകയാണ്, ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് ഷണ്ടനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് ഷണ്ടനും ഇനി അവിടെ പറയാണ് വേർപെടുത്തുമെന്ന് പറയരുത്. ഷണ്ടനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. പഴയ നിയമത്തിൽ എന്താ പറഞ്ഞേ ഷണ്ടന്മാരെ കുറിച്ച്? ഞാൻ ഇന്നാൾ വായിച്ച് കേൾപ്പിച്ചില്ലേ? ഷണ്ടനും ചിന്നലിംഗനും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. എന്നാൽ 1000 ആണ്ടിൽ എന്ത് സംഭവിക്കും? ഈ ഷണ്ടനും അങ്ങോട്ട് ചെല്ലും. ഞാനൊരു ഉണങ്ങിയ വൃക്ഷം, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല എന്ന് പറയണ്ട, അവനവിടെ ചെല്ലും. നോക്കിയേ, പിന്നെ പറയാം, എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എനിക്ക് എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ. യഹോവയെ സേവിച്ച് ഞാൻ അവർക്ക് കൊടുക്കുക. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരെ ഇരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, ആ വാക്കോർക്കണം, അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെയും അവരെന്താചരിക്കണം? ഈ പറയുന്ന കൊർന്നല്യോസ് ആണെങ്കിലും ശരി, ആ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കൂടെ കടന്നു വരുന്ന യഹൂദന്മാരാണെങ്കിലും ശരി, എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൻ്റെ വള്ളിപുള്ളി തെറ്റിക്കാതെ അനുസരിക്കണം. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇത് തന്നെ 1000 ആണ്ടിലും നടക്കാൻ പോകുന്നത്. അനേക ജാതികളും വരും. ഇവരെന്ത് ചെയ്യണം? ശബത്തിനെ അനുസരിക്കണം. അവരാ ന്യായപ്രമാണം കണക്ക് തെറ്റാതെ, പുള്ളി തെറ്റാതെ അനുസരിക്കണം. അല്ലാതെ വെറുതെ അങ്ങ് രക്ഷപ്പെടാൻ പറ്റില്ല. യഹൂദന്മാരിലൂടെ ഇവർ രക്ഷപ്പെടണ്ടേ. അതാണ് ദൈവത്തിൻ്റെ ആ നിയമം. എന്നിട്ട് അവിടെ പറയാണ്, അങ്ങനെ വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന്, ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്ക് ആ യഹൂദ മതത്തിലൂടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാ സ്ഥലത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും അവിടെ എന്തുണ്ട്? യാഗങ്ങളുണ്ട്. മനസ്സിലായോ? 1000 ആണ്ട് അവർ യാഗം കഴിക്കണം. ഈ ജാതികൾ വെറും കൈയോടെയല്ല ചെല്ലുന്നത്. പണ്ട് യഹൂദൻ യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ കൊണ്ടുപോയതുപോലെ ആടുമാടുകളെയും കൊണ്ടാണ് പോകുന്നത്. ലോകത്തുനിന്ന് നാനാഭാഗത്തുനിന്നും വരുന്ന, ഇന്ത്യയിൽ നിന്നാകട്ടെ, ചൈനയിൽ നിന്നാകട്ടെ, പാകിസ്ഥാനിൽ നിന്നാകട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ആയിരിക്കുന്ന ജാതികളും അവിടെ ചെന്നിട്ട് ആടുമാടുകളെ വിലയ്ക്ക് വാങ്ങിയിട്ടായിരിക്കും ചെല്ലുന്നത്. അവർ ചെന്ന് അവരവിടെ യാഗങ്ങൾ കഴിക്കണം. അവർ ന്യായപ്രമാണം അനുസരിക്കണം ഈ ജാതികൾ. അങ്ങനെ നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിലൂടെ ജാതികളുടെ രക്ഷ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് അവർ പറയാം, ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. ആരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും? ജാതികളുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ എനിക്ക് പ്രസാദകരമായിരിക്കും. താഴെ പറയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം അന്ന് തെളിയുക. നമ്മുടെ കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ചാട്ടവാറ ഉണ്ടാക്കി അടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞെന്താ? എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം, അത് കള്ളന്മാരുടെ ഗുഹയാക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞല്ലേ കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കിയത്. ആ പ്രവചനം അന്ന് നിറവേറിയോ? അന്ന് അന്യജാതിക്കാർക്ക് ചെല്ലാൻ പറ്റില്ല. അത് ഭാവിയിലെ പ്രവചനം ചൂണ്ടിക്കാണിച്ച കർത്താവ്. ആ പ്രവചനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ യെശയ്യാവിലെ ഈ പ്രവചനമാണ് കർത്താവ് അതെ, ഈ പ്രവചനമാണ് കർത്താവ് വന്ന ആ യെരൂശലേം ദേവാലയത്തിൽ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത്, അങ്ങനെ സകല ജാതികളും അവിടെ യാഗങ്ങൾ അർപ്പിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാൻ അവരുടെ ശേഖരിക്കപ്പെടുവാൻ ഇനിയും മറ്റുള്ളവരെയും കൂടി ചേർക്കും. ശരി, സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അതെവിടെ തുടങ്ങി? എവിടെ ഓപ്പൺ ചെയ്തു? ഒന്നുകൂടെ പറ. എവിടെ ഓപ്പൺ ചെയ്തു? കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസിലൂടെ. ഓക്കെ, അത് കണ്ടിന്യൂഷനായിട്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളാണ് നിവൃത്തിയാകേണ്ടിയിരുന്നത്. മനസ്സിലായില്ലേ? ഒരു വാക്യം കൂടെ വായിക്കാം. ജെറമ്യാ പ്രവചനം 3:17. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന പേരാകും. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ്? 1000 ആണ്ട്, കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യമാണ്. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. പിന്നെ പറയാണ്, സകല ജാതികളും അവിടേക്ക്, യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്ന്
സകല ജാതികൾ യഹോവയുടെ നാമനിമിത്തം യെരൂശലേമിലേക്ക് തന്നെ വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ചാട്യപ്രകാരം ഇനി നടക്കുകയുമില്ല. കാര്യം മനസ്സിലായല്ലേ? ഈ വാതിലാണ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ തുറന്നത്. ഇതൊക്കെ ഇന്നത്തെ ക്രിസ്ത്യാനികളോട് പറഞ്ഞ് അവർക്ക് മനസ്സിലാകുമോ? അവർ പറയുന്നത് ഈ പറയുന്നതെല്ലാം ഈ പഴയ നിയമത്തിലെ ജാതികളുടെ രക്ഷ ഇതെല്ലാം വായിക്കും. ഇന്നത്തെ എല്ലാ വിശ്വാസ സമൂഹം എന്ന് പറയുന്നതായിരിക്കുന്ന പെന്തക്കോസ്ത് സമൂഹവും പ്രവചന സമൂഹവും ഒക്കെ ഇത് വായിക്കും. എന്നിട്ട് പറയും, ഇത് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്, ഇത് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പഴയ നിയമത്തിലെ ജാതികളുടെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്ന. ഇത് ഈ പത്രോസ് തുറന്ന കൊർന്നല്യോസിൻ്റെ ഭവനത്തിലൂടെ ഉള്ളായിരിക്കുന്ന ആ വാതിലിലൂടെ അല്ലെങ്കിൽ അതിലൂടെ അനേകായിരം ലക്ഷങ്ങൾ കടക്കണമായിരുന്നു. ജാതികളിലേക്കുള്ള രക്ഷ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത പോലെ ജാതികളിലേക്ക് പോകണമായിരുന്നു. ക്രിസ്തു യേശുവിൽ ജാതികളുടെ രക്ഷ ആ കണ്ടിന്യൂഷനിൽ തുടരണമായിരുന്നു. അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ ഈ സങ്കീർത്തനത്തിലും യെശയ്യാപ്രവചനത്തിലും യിരെമ്യാപ്രവചനത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന ആ രക്ഷ അങ്ങനെ 1000 അടിലേക്ക് കടന്നു പോകുമായിരുന്നു. അത് അവരെക്കുറിച്ചാണ് പറഞ്ഞ്. നമ്മളുടെ രക്ഷയെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു ശബ്ദം പോലുമില്ല, ഒരു ചെറിയ ശബ്ദം പോലുമില്ല. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒരു പ്രവചന വാക്ക് പോലുമില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ രക്ഷ എന്ന് പറയുന്നത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യമാണ്. ഈ പഴയ നിയമത്തിൽ വായിക്കുന്ന ജാതികളുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ അല്ല. ഇത് യഹൂദ മതത്തിലേക്ക് ചേരുന്ന യഹൂദ മതാനുസാരികളായി ചേരുന്നതായിരിക്കുന്ന ലക്ഷങ്ങളുടെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ തുടക്കമായിരുന്നു കൊർന്നല്യോസിൻ്റെ ഭവനം. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ ഞാനിത് വ്യക്തമാക്കി തരും? ഒരൊറ്റ വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഈ കാര്യത്തിന് ചൂണ്ടിക്കാണിക്കാം. സെഖര്യാവ് 8-ാം അധ്യായം 20 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ആരാ വരുന്ന ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും. എങ്ങോട്ട് വരുവാൻ? യെരൂശലേമിലേക്ക് വരാൻ, ഇസ്രായേലിലെ ദൈവത്തെ അന്വേഷിച്ച് വരുവാൻ. ഇതൊക്കെ പ്രവാചകന്മാരിലൂടെ നടക്കാനിരിക്കുന്ന കാര്യം പറഞ്ഞതാ, ഭാവിയിലെ പ്രവചനമാണ്. വരുവാനിടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിലെ ആൾക്കാർ ചെന്നിട്ട് അടുത്ത പട്ടണത്തിൽ ചെന്നിട്ട് പറയും, പോകാൻ നമുക്ക്, ഒരു ദൈവം മാത്രമേ ഈ ലോകത്തിനുള്ളൂ കേട്ടോ. ഇന്ന് 30 കോടി ദൈവങ്ങളുണ്ടല്ലേ. ഏതേത് ദൈവത്തെ വിളിക്കണമെന്ന് ഇന്നത്തെ ജനങ്ങൾക്ക് പോലും അറിയില്ല. ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ ഓരോ മുക്കിലും മൂലയും ചെല്ലുമ്പോൾ ഓരോ ദൈവങ്ങളാണ്. ഏതാ ദൈവം എന്ന് ജനത്തിനറിയില്ല. പക്ഷെ അന്ന് ലോകത്തിലെ ജനം പറയും, ഒരു പട്ടണത്തിലെ ജനം മറ്റൊരു പട്ടണത്തിലേക്ക് എന്നിട്ട് പറയും, വരുവിൻ, നമുക്ക് പോകാം, യെരൂശലേമിലേക്ക് പോകാം, അവിടെയാണ് ദൈവമുള്ളത്, അവനാണ് ഏകസത്യ ദൈവം എന്ന് പറയും. എന്നിട്ട് നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കണതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കണതിനും പോകാം എന്നും ഞാനും പോരുന്നു എന്ന് പറയും. കേൾക്കുന്നവർ പറയും, നീ യെരൂശലേമിലേക്ക് പോവുകയാണോ, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണോ, ഞാനും പോരുക എന്ന് പറഞ്ഞ് അവർ വരും. പിന്നെ പറയാം, താഴെ വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനുമായി വരും. സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ച്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കിയാൽ ഞങ്ങൾ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് പറയും. അന്നത്തെ യഹൂദൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രാജകീയ മഹത്വമാണ്. ഒരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദേശത്തിലേക്ക് ഒരു യഹൂദൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവർ താണ് വീണ് നമസ്കരിക്കും. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് ചെന്നപ്പോൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് ഇപ്പം നമ്മൾ വായിച്ചില്ലേ എന്ന് പറഞ്ഞൊരു യഹൂദനെ കാണുമ്പോൾ താണ് വീണ് നമസ്കരിക്കും. എന്നിട്ട് അവൻ്റെ വസ്ത്രത്തിന് തുമ്പ് പിടിച്ചിട്ട് പറയും, ഞങ്ങളും പോന്നോട്ടെ നിങ്ങളുടെ ദൈവത്തെ കാണാൻ, നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളും വന്നോട്ടെ, ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. അന്നത്തെ ഇസ്രായേലിൻ്റെ മഹത്വം ഒരു ചെറിയവൻ പോലും രാജാവിനെ പോലെയായിരിക്കും. അതൊക്കെ വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ചെറിയവനും കുറഞ്ഞവനും ഒക്കെ അന്ന് ലോക ജനത്തിൻ്റെ മുമ്പിൽ അതിശ്രേഷ്ഠമായി മാനിക്കപ്പെടുന്നതായിരിക്കുന്ന നാളുകളാണ്. ഇതായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. കാര്യം മനസ്സിലായോ? എന്നാൽ എന്താ സംഭവിച്ചത്? ഈ പ്രോഗ്രാം സ്റ്റോപ്പായിപ്പോയി. ഇത് തുടർന്ന് നടക്കണമായിരുന്നു. യഹൂദനിലൂടെ ജാതികളെല്ലാം രക്ഷിക്കപ്പെടണമായിരുന്നു.
അല്ലാതെ പഴയ നിയമത്തിലെ ഈ ജാതികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമെല്ലാം എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന പിന്നെ എന്താണ് ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയാനുള്ളത്, പഴയ നിയമത്തിലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇന്നത്തെ കൃപായുഗ രക്ഷണീയ ഗണത്തെക്കുറിച്ച് ഒരു സൂചന പോലും ഇല്ല, ഒരു ചെറിയ കുത്തും പോയിന്റും പോലും ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ പൗലോസിനത് മർമ്മമായിരിക്കുകയില്ല, അത് രഹസ്യമായിരിക്കുകയില്ല. പൗലോസ് പറഞ്ഞത് ഇത് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണെന്നാണ്, രഹസ്യമാണെന്നാണ് പറയുന്നത്. ഇത് പൂർവ്വകാലം മുതൽ രഹസ്യമായി സൂക്ഷിച്ച ദൈവത്തിൻ്റെ വൻ പദ്ധതിയാണെന്നാണ് പൗലോസ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ രക്ഷയെക്കുറിച്ചല്ല പഴയ നിയമത്തിലെ ജാതികളുടെ രക്ഷ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അത് ഈ പത്രോസിലൂടെ തുറന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതായിരിക്കുന്ന സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിനെന്ന് പറഞ്ഞായിരിക്കുന്ന ആ ശുശ്രൂഷയിലൂടെ കണ്ടിന്യൂഷനായിട്ട് ലോകത്തിൽ നടക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിച്ചത്? ഈ പറയുന്നതായിരിക്കുന്ന യഹൂദന്മാർ എന്ന് പറയുന്നവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ഈ പറയുന്നതായിരിക്കുന്ന യഹൂദ അധ്യക്ഷന്മാരും മേലാളികളും കർത്താവിനെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല പരിശുദ്ധാത്മാ പൂർണ്ണരായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരെ ഉപേക്ഷിച്ച് കളഞ്ഞു. അവരുടെ പ്രസംഗം ഉപേക്ഷിച്ച് കളഞ്ഞു. അവരെ ചാട്ടുവാർ കൊണ്ട് പല പ്രാവശ്യം തടവിലിട്ട് അടിച്ചു, ഇല്ലേ? യാക്കോബിനെ വെട്ടിക്കൊന്നു. സ്തേഫാനോസ് പരിശുദ്ധാത്മാ പൂർണ്ണമായിരുന്നപ്പോൾ സ്തേഫാനോസിനെ ഈ യഹൂദ സന്നിധിയും സംഘമൊക്കെയും കൂടി ചെന്ന് കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്തു. വിശന്നിട്ട് ചെന്നതാ, ഒരത്തിക്കായി കിട്ടിയാൽ തിന്നായിരുന്നു, ഒരത്തിപ്പഴം കിട്ടിയാൽ തിന്നായിരുന്നു എന്ന്. താൻ ചെന്നപ്പോൾ ആ അത്തിവൃക്ഷത്തിൽ ഫലമില്ല. ഇനി നിന്നിൽ നിന്ന് ആരും ഒരു നാളും ഫലം ഭക്ഷിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞു. ആ അത്തിവൃക്ഷത്തെ ഉണക്കിക്കളഞ്ഞു. ഈ അത്തി യഹൂദൻ എന്നാളായിരിക്കുന്ന പ്രോഗ്രാമാണ്. എന്നാൽ എന്നേക്കുമായിട്ട് നീക്കിക്കളയുമോ? ഇല്ല, എന്നേക്കുമായിട്ട് നീക്കിക്കളയുകയില്ല. അതിനുശേഷം ആ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം, ഈ പോയിന്റും കൂടെ ഞാനൊന്ന് ചുരുക്കമായിട്ട് പറയട്ടെ, ആ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഉയരത്തിൽ നിന്ന് ഒരു വലിയ പ്രത്യക്ഷത കൂടെ ദൈവം നടത്തി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മഹാപ്രത്യക്ഷത കൂടെ നടത്തി. ആ പ്രത്യക്ഷതയാണ് ദമസ്കോസിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വെളിച്ചമായി പൗലോസിൻ്റെ ചുറ്റും മിന്നിത്തിളങ്ങിയത്. ആ പ്രത്യക്ഷതയിൽ ദൈവം ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു, ഒരു പുതിയ ആരംഭം കുറിക്കുകയായിരുന്നു, ഒരു പുതിയ രക്ഷാ പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ യഹൂദന്മാർ ഈ വിധത്തിൽ മുമ്പോട്ട് പോവുകയും യഹൂദന്മാരിലൂടെ അനേക ജാതികൾ യഹൂദ മതാനുസാരികളായി ന്യായപ്രമാണം അനുസരിച്ച് പരിശോധനയേറ്റ് യാഗങ്ങളും വഴിപാടുകളും കഴിച്ച് ശബത്ത് ആചരിച്ച് അവർ ആ പദ്ധതി അങ്ങനെ തുടർന്ന് ലോകത്തിലേക്ക് പോയേനെ, ലോകത്തിൽ അങ്ങനെ വന്നേനെ. എന്നാൽ യഹൂദൻ എന്ന പദ്ധതി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവരുടെ അവിശ്വാസം കൊണ്ട് ആ മരം ഉണങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ആ മരം വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ദമസ്കോസിൻ്റെ പടിവാക്കൽ വെച്ച് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം ഒരു പുതിയ യുഗം തുറന്നു. ഇതൊക്കെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് ധാരാളം ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിന്ന് ആവർത്തിക്കുന്നില്ല, എൻ്റെ സമയം അതിനായിട്ട് കളയുന്നില്ല. പുതിയ യുഗം തുറന്നിട്ട് പൗലോസിനെ വിളിച്ചിട്ട് ഈ സുവിശേഷം ഏൽപ്പിച്ചു. ഗലാത്യ ലേഖനം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളോട് പറഞ്ഞു, അല്ലേ? പൗലോസ് പറഞ്ഞു, ഈ സുവിശേഷം, ഞാൻ പറഞ്ഞ സുവിശേഷത്തിനെതിരായിട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതിനി ഞങ്ങൾ തന്നെ തിരിച്ചു വന്ന് പറഞ്ഞാലും ശരി, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും ശരി, അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം എന്താ? ഈ സുവിശേഷം ഞങ്ങൾ മനുഷ്യരിൽ നിന്നല്ല പഠിച്ചത്. പിന്നെയോ, ഈ സുവിശേഷം ഞങ്ങളെ മനുഷ്യരാരും പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, കർത്താവായി യേശു ക്രിസ്തുവിനല്ലത്ര ഞാൻ ഈ സുവിശേഷം എന്നെ ഈ സുവിശേഷം പരമേൽപ്പിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും എന്നേ പറഞ്ഞ് അവൻ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഈ കൃപയുടെ യുഗം തുറന്നു. അത് അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന രഹസ്യം, അത് ലോകത്തിൽ അന്ന് വരെ ആർക്കും വെളിപ്പെടാത്തത്. ഇത് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ച് ആരംഭിച്ച സഭ. ഈ സഭ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വന്ന ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുന്നതോടുകൂടെ ഈ കൃപായുഗം ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ദാസന്മാരിൽ നിന്നും സ്വതന്ത്രന്മാരിൽ നിന്നും രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമായിരിക്കുന്ന ഈ സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ വായിച്ച പഴയ നിയമ പ്രവചനങ്ങളൊന്നും ഇതിനെക്കുറിച്ചുള്ളതല്ല. ഇത് പൗലോസിന് വെളിപ്പെട്ട ആർക്കും വെളിപ്പെടാത്ത മഹാരഹസ്യമായിരുന്നു. ഇത് ഈ ഉൽപ്രാവണത്തിൽ കർത്താവായ യേശു മധ്യാകാശം വരികയും ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുകയും ചെയ്ത് കഴിയുമ്പോൾ നിർത്തിവെച്ച ആ യഹൂദൻ എന്ന പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കും. ഇവരെ ഈ യഹൂദൻ എന്നുള്ളായിരിക്കുന്ന പ്രോഗ്രാം നിർത്തിവെച്ചിട്ടുള്ളൂ. എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനായിട്ട് ദൈവത്തിന് പറ്റുമോ? പറ്റുകയില്ല. എന്താ കാരണം? ഇത് പണ്ടേ വാഗ്ദത്തം ചെയ്താണ്.
റോമാലേഖനം 11 അധ്യായം. ചില കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. റോമാലേഖനം 11 അധ്യായം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ആരാ സ്വജനം? ഇസ്രായേൽ അല്ലേ? ഞാൻ ആ വാക്കുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടൊന്ന് വായിക്കുന്ന മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവം ഇസ്രായേലിനെ എന്നേക്കും കൈവിട്ടോ? കൈവിട്ടില്ല. അതോടെ പോലും പറയും, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല, ഞാനും ഇസ്രായേലിനല്ലോ. ഒരു നാളും ആ യഹൂദൻ എന്നുള്ള പ്രോഗ്രാം കൈവിടപ്പെടാൻ പറ്റില്ല. യഹൂദൻ എന്നുള്ളായിരിക്കുന്ന പ്രോഗ്രാം ഇനിയും തുടങ്ങുമ്പോൾ ആ യഹൂദന്മാരിലൂടെ യഹൂദ മതാനുസാരികളായി രക്ഷപ്പെടുന്ന ജാതികളുടെ രക്ഷയും കണ്ടിന്യൂഷൻ ആവും. അതും അതുപോലെ തന്നെ തുടരും. ഇവിടെ പറയുകയാണ്, ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് പോലെ, ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കാര്യം മനസ്സിലായോ എന്താന്ന്? ഏലിയാവിൻ്റെ ഒരു ദൃഷ്ടാന്തം പറയുക. യഹൂദനെ എന്നേക്കും തള്ളിക്കളയാൻ ദൈവത്തിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏലിയാവിൻ്റെ ദൃഷ്ടാന്തം പറയുക. ഏലിയാവ് മലമുകളിൽ യാഗം അർപ്പിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ രസകരമായ വിശദീകരണത്തിന് ആവശ്യമുള്ളതൊക്കെയാണ്. എന്തായാലും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവമേ, ഇനി എനിക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി. ഉള്ള യഹൂദന്മാരെ മുഴുവൻ, വിശ്വാസികളെ മുഴുവൻ കൊന്നു കളഞ്ഞു, ഞാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ എന്ന് പറഞ്ഞു ദൈവത്തോട്. അപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, അല്ല ഏലിയാവേ, നിനക്കറിയാങ്ങട്ടാന്ന് പറഞ്ഞു, നീ ഒറ്റൊരുത്തനൊന്നും അല്ല എന്ന് പറഞ്ഞു. 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്, ബാലിൽ നിന്ന് വരെ മുട്ടുമടക്കാത്തവരെന്ന് പറഞ്ഞു. അതുപോലെ പൗലോസ് പറയാണ്, ഈ കാലത്തിലും ഒരു ശേഷിപ്പുണ്ട്. ഏത് കാലത്തിൽ? പൗലോസിൻ്റെ ഈ കാലത്തിൽ. പൗലോസ് സുവിശേഷം പറയുന്ന ആ കാലത്തിൽ. അതാണ് ആ യഹൂദന്മാർ, പൗലോസിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട യഹൂദന്മാരെ സംബന്ധിച്ചാണ് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് എഫെസ്യർ 2 അധ്യായത്തിൻ്റെ 20 വായിക്കുന്നത്. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നത്. ഈ കാലത്തിലുമുണ്ട്. പൗലോസ് സുവിശേഷം പറഞ്ഞപ്പോൾ അനേകരെ യേശു ക്രിസ്തുവിനെ നമ്മളെപ്പോലെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. കാൽവരിയിലെ യാഗമരണത്തിൽ വിശ്വസിച്ച അനേക യഹൂദന്മാർ വിശ്വാസത്തിലേക്ക് വന്നു. അനേക യഹൂദന്മാർ, റോമിലുള്ളവർ, ഗലാത്യയിലുള്ളവർ, മറ്റ് പല കൊരിന്തിലുള്ളവർ, മറ്റനേക യഹൂദന്മാർ വന്നു. ഈ കാലത്തിൽ ഒരു ശേഷിപ്പുണ്ട്, ബാലിന് മുട്ടുമടക്കാത്തവരെ പോലെ ഇന്നുമുണ്ട് എന്ന് പറയുക. എന്നിട്ട് താഴേക്ക് പറയാണ്, അങ്ങനെ ഈ കാലത്തിലും ഒരു കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. 6-ാം വാക്യം നോക്കിയേ. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം കഴിഞ്ഞു പോയി അല്ലേ. അവരന്വേഷിച്ചുകൊണ്ടിരുന്നു മശിഹായെ, പക്ഷെ അവർ തെരഞ്ഞ് മടുത്തു എന്നല്ലാതെ മശിഹ വന്നപ്പം ഇവന്മാരുടെയൊക്കെ കണ്ണ് പൊട്ടക്കണ്ണായിപ്പോയി. മശിഹ വന്ന് സംസാരിച്ചപ്പം ഈ തെരഞ്ഞുകൊണ്ട് വരുന്നവന്മാരുടെ കാതിനുള്ളിൽ ഈയ ഉരുക്കി ഒഴിച്ച പോലെ ആയിപ്പോയി. തിരിച്ചറിയാൻ പറ്റിയില്ല. കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും തിരിച്ചറിയാത്ത ഹൃദയമായിപ്പോയി അവർക്ക്. അവർ തെരഞ്ഞുകൊണ്ടിരുന്നു മശിഹായെ. പക്ഷെ പൗലോസ് ഇവിടെ പറയുകയാണ്, ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. എങ്ങനെ? പൗലോസിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ അനേക യഹൂദന്മാർ കൃപായുഗത്തിലൂടെ രക്ഷപ്പെട്ടു. അവരല്ലാട്ടോ മറ്റേ ഗ്രൂപ്പ്, 12 അപ്പോസ്തലന്മാരുടെ ഗ്രൂപ്പ് അല്ലാട്ടോ അത്. അറിയണം, പൗലോസിൻ്റെ സുവിശേഷം വേറെ. ആ പൗലോസിൻ്റെ സുവിശേഷത്തിലൂടെ വന്ന യഹൂദന്മാരെ സംബന്ധിച്ച വേർപാടിൻ്റെ നടിച്ചുവർ ഇടിഞ്ഞു പോയത്. മറ്റേ യഹൂദന്മാർ വേർപാടിൻ്റെ നടിച്ചുവറിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുക. മറ്റേ 12 അപ്പോസ്തലന്മാരും യെരുശലേമിലെ ആയിരക്കണക്കിന് വിശ്വാസികളും. ഇതൊക്കെ തിരിച്ചറിയാതെ നമ്മളായിരിക്കരുത്. എന്നിട്ട് താഴേക്ക് പറയണം, ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കണിയും. അവിടെ ഞാൻ വായിക്കുന്നില്ല. 11-ാം വാക്യം, അതിൻ്റെ 11-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഓടിച്ച് വായിച്ച് നിർത്തട്ടെ. 11-ാം വാക്യം, അവരുടെ വീഴ്ച വ്യക്തമായി എഴുതിയിരിക്കുന്നു ബൈബിളിൽ. ആ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നോക്കിയാൽ 11-ാം വാക്യം, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത്. അവർ വീണു. അതുകൊണ്ടാണ് പറയുന്നത്, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അവരെ ലംഘിച്ചതുകൊണ്ട് ഈ കൃപായുഗം തുറന്നു. ജാതികളായിരിക്കുന്ന നമ്മൾക്ക് രക്ഷയുടെ വാതിൽ തുറന്നു.
യഹൂദൻ എന്ന പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവർ ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവൃത്തി ലംഘിച്ചതുകൊണ്ട് കൃപായുഗം തുറന്നു, ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. താഴെ പറയാണ്, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിൻ്റെ ധനവും, അവരുടെ ലംഘനമേ, അവരാരെ എന്ത് ലംഘിച്ചു? യേശു ക്രിസ്തുവിനെ അവഗണിച്ച് കളഞ്ഞ ആ ലംഘനം, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പുകാരനെ അവഗണിച്ച് കളഞ്ഞ ലംഘനം, അവരുടെ ലംഘനം ലോകത്തിന് ധനവും. അപ്പോൾ അവരെ താൽക്കാലികമായി ആ പ്രോഗ്രാം റദ്ദ് ചെയ്തെന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടേ? അവരുടെ ലംഘനം ലോകത്തിന് ധനവും, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമേ ആയെങ്കിൽ അവരുടെ യഥാസ്ഥാനപ്പെടും. അത് അബ്രഹാം മുതൽ പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്തം വന്നേ. ഇനിയും നമ്മൾ വായിച്ച യെശയ്യാ പ്രവചനം മുതൽ അല്ലെങ്കിൽ സങ്കീർത്തന പുസ്തകങ്ങൾ മുതലുള്ള പ്രവചനങ്ങൾ എവിടെ നിറവേറും? 1000 ആണ്ടിൽ നിറവേറും. അവരുടെ യഥാസ്ഥാനം എത്ര അധികം. 13-ാം വാക്യം, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് എന്ന് പറഞ്ഞ യഹൂദന്മാർക്ക് വല്ല വിധത്തിലും സ്പർദ്ധ ജനിപ്പിച്ച് അവരെ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. 15-ാം വാക്യം കൂടെ ശ്രദ്ധിക്കുക, അവരുടെ ഭ്രംശം. അതെ, അവർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ലേ? യഹൂദൻ. അവരുടെ ഭ്രംശം, അവർക്ക് ഭ്രംശം സംഭവിച്ചു എന്നേ. അതാണ് ഈ കൃപായുഗം തുറക്കാൻ കാരണം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം അവരംഗീകരിക്കും. ഈ ഉൽപ്രാവണത്തിൽ ഈ സഭ അങ്ങ് എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കിയിട്ട് നിലവിളിക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ മാറത്തടിച്ച് അവർ ഗോത്രമായിട്ട് വിലപിക്കും. അവർ കണ്ണുനീര് വീഴ്ത്തും. അന്ന് ദൈവം അവരെ രക്ഷിക്കാൻ, നമ്മുടെ കർത്താവ് അവരെ രക്ഷിക്കാൻ വരും. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേറെ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇത് പറഞ്ഞിട്ട് താഴേക്ക് നല്ല ഒലിവും കാട്ടൊലിവും എന്നുള്ളതായിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ്. സഭായുഗം അവസാനിച്ചാൽ, കൃപായുഗം അവസാനിച്ചാൽ എന്ത് നടക്കും? യഹൂദനോട് ഇടപെടുമ്പോൾ എന്ത് നടക്കും? ജാതികൾ കൂട്ടമായി യഹൂദ മതാനുസാരികളായി രക്ഷ പ്രാപിക്കും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിറവേറും. പറഞ്ഞ മനസ്സിലായോ? ഇന്ന് ആ വാഗ്ദത്തമല്ല നമ്മളിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വാഗ്ദത്തത്തിൻ്റെ വക്താക്കളും അല്ല. കാര്യം മനസ്സിലാവില്ല. നമ്മൾ പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മഹാരഹസ്യത്തിൻ്റെ കൂട്ടാളികളാണ് നമ്മൾ ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. ഇതാർക്കും വെളിപ്പെടാത്ത രഹസ്യമാണ്, പൗലോസിന് വെളിപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ വീണ്ടും യഹൂദനോട് ഇടപെടുമ്പോൾ ഇത് വീണ്ടും പുനരാരംഭിക്കുകയും അനേക ജാതികളും 1000 ആണ്ടിൽ യെരൂശലേമിലേക്ക് ഒഴുകി വരികയും അവർ ദേവാലയ കർമ്മങ്ങൾ ചെയ്യും, യാഗമർപ്പിക്കും, അവർ ശബത്താചരിക്കും, അവർ പരിച്ഛേദന ഏൽക്കും. ആര്? ജാതികൾ. അവരന്ന് അവരുടെ വിഗ്രഹങ്ങളെ നരിച്ചീറുകൾക്ക് ദുരപ്പനലിക്ക് എറിഞ്ഞു കൊടുക്കും. ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് അവർ വരും. അതന്നേ തുടർന്നു പോകേണ്ടതായിരുന്നു. അവരുടെ ലംഘനം നിമിത്തം, അവരുടെ ഭ്രംശം നിമിത്തം ഈ കൃപായുഗം അതിൻ്റെ നടുവിൽ തുറന്നു വന്നു. മറനീക്കി പൗലോസിന് കാണിച്ചു കൊടുത്തു. പുതിയ യുഗം ആരംഭിച്ചു. ഇതാണ് ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം വാ തോരാതെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് തിരിച്ചറിയുക വിശ്വാസികളെ എന്ന് ഞങ്ങൾ പറയുന്നത്. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ അച്ഛന് മനസ്സിലായി കാണും. സർവ്വസൃഷ്ടിയോടും അല്ലേ, ഭൂലോകത്തിലൊക്കെയും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിന്ന് പറഞ്ഞത് അത് കണ്ടിന്യൂഷൻ ആണമായിരുന്നു അവരിലൂടെ. അതായിരുന്നു കൊർന്നലിയോസിൻ്റെ ഭവനത്തിലെ സ്റ്റാർട്ടിങ്. പക്ഷെ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു.